അതായത് ഇനി കരയിലൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഇനി പുഴ കേന്ദ്രീകരിച്ച് പുഴയുടെ മൺതിട്ട കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കേണ്ടത്. കൃത്യമായി ലോറി എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റ് വേറെ കാര്യങ്ങൾ ചെയ്യാനില്ല എന്നുള്ള ഒരു സ്ഥിതി അവിടെയുണ്ട്. നിലവിലേതായാലും പുഴ കേന്ദ്രീകരിച്ചുള്ള നടപടികൾ അല്പസമയത്തിന് തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഈശ്വർ മാൽപേ സംഘം ഏതായാലും റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ അറിയിച്ച ഒരു കാര്യം. ഇന്നലെ 7 തവണ അവർ ഈ പുഴയിലേക്ക് ഈ കുത്തൊഴുക്കിനെ ഭേദിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങി. അതിൽ 5 തവണ അവർക്ക് കുറച്ച് താഴത്തേക്ക് പോകാൻ ആയി എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ 2 തവണ വടം പൊട്ടി അദ്ദേഹം താഴേക്ക് ഒഴുക്കിൽ പെട്ടു പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായി എന്നുള്ളത് ആ പുഴയിൽ ഒഴുക്കിനെ സംബന്ധിച്ച് നമുക്ക് കാര്യമായിട്ട് കുറവ് വന്നിട്ടില്ല എന്നുള്ളൊരു തെളിവായിരുന്നു. പക്ഷെ ഇന്ന് ഒരു പുഴയുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റമുണ്ട് എന്നാണ് രാഹുൽ കെ വി അവിടെ നിന്ന് പറയുന്നത്. ജലനിരപ്പിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് വിശ്വസിക്കാനാവില്ല. പ്രത്യേകിച്ച് അങ്ങ് അകലെ മലനാട്ടിൽ നിന്ന് വരുന്ന ഒരു നദിയാണ് ഈ ഗംഗാവലി. വലിയ കുത്തൊഴുക്ക്, വലിയ മഴ ആ പ്രദേശത്ത്, വൃഷ്ടിപ്രദേശത്തെല്ലാം തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മഴ മുന്നറിയിപ്പും ഉണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് ഉത്തരകന്നഡ ജില്ലയിൽ. അതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഇന്നത്തെ തിരച്ചിൽ സുഗമമായി മുന്നോട്ട് പോകാനാവൂ. ഇന്നലെ 7 തവണ ഇവർക്ക് ഡൈവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഏറ്റവും പ്രധാന സഹായകമായിട്ടുള്ള ഒരു ഘടകം എന്നുള്ളത് കാലാവസ്ഥ തന്നെയായിരുന്നു. പലതവണ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അവലോകന യോഗം ഇന്നലെ ചേർന്നിരുന്നു. ഇതിൽ നിന്നൊക്കെ ഈ ദൗത്യത്തിന്റെ ഭാവി സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള സംസാരം, അതായത് കൃത്യമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും 13-ാം ദിവസമാണ് പൂജ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 13-ാം ദിനത്തിൽ ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോകണം, എന്റെ ഭാവി എന്താവണം, ഈ സ്ട്രെങ്ത്തിൽ തന്നെ തിരയാനാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ആലോചിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും SP-യും അതുപോലെ തന്നെ സേനകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും നമ്മുടെ കേരളത്തിലുള്ള MLA-മാരും മന്ത്രിയും ഒക്കെ ചേർന്നിട്ടുള്ള യോഗം രാവിലെ തന്നെ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ വലിയ തോതിൽ അവിടെ നടക്കുന്നുണ്ട്. കാരണം 13 ദിവസമായിട്ടുണ്ട്. ചർച്ചകൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. കാരണം ഈ ദൗത്യത്തിനൊരു ഭാവി, അതിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നതുൾപ്പെടെ എല്ലാ ദിവസവും കൃത്യമായി വിശകലനമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ 13 ദിവസമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന്റെ കൃത്യമായിട്ടൊരു മുന്നോട്ട് പോക്ക്, എന്ത് വേണം, എങ്ങനെ വേണം, പുതിയ പ്ലാൻ വേണോ, ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണോ, മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ആ രീതിയിൽ കൃത്യമായിട്ടുള്ള യോഗങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ചും ഇന്നത്തെ ദിവസം നിർണായകമാണ്. എന്തായാലും 9 മണിയോടുകൂടി വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്.